നിലമ്പൂർ കാളികാവിനടുത്ത ചേനപ്പാടി കോളനിയിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. കോളനിക്ക് മുകളിലേക്ക് കൂറ്റൻ മരം മറിഞ്ഞു വീഴുകയായിരുന്നു. കോളനിയിലെ കേശവന്റെ വീട് പൂർണ്ണമായും തകർന്നു. കേശവന്റെ മകൻ വിനോദാണ് അപകടത്തിൽ മരിച്ചത്. സംഭവം നടന്ന 4 മണിക്കൂറിന് ശേഷമാണ് മരം നീക്കി 12 വയസ്സുകാരനായ വിനോദിന്റെ മൃതദേഹം പുറത്തെടുത്തത്. അപകട വിവരം പുറത്തറിഞ്ഞത് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞാണ്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 4 മണിക്കൂർ പിന്നിട്ടിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ എത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പ്രതിഷേധിച്ച കോളനിവാസികൾ മൃതദേഹം മാറ്റാൻ അനുവദിച്ചില്ല. ജില്ലാ കളക്ടർ നേരിട്ടെത്താതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്നായിരുന്നു കോളനി നിവാസികളുടെ നിലപാട്. നാട്ടുകാരാണ് ഇവരെ അനുനയിപ്പിച്ച് മൃതദേഹം നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടാവസ്ഥയിലായ കോളനിയുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഇവർക്കായി കണ്ടെത്തിയ സ്ഥലത്ത് വീടുപണി തുടങ്ങുക പോലും ചെയ്തിട്ടില്ല. കോളനിക്ക് ഭീഷണിയായി വൻ മരം നിൽക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മരം മുറിച്ചു മാറ്റാൻ വനംവകുപ്പ് തടസ്സം നിന്നതാണ് അപകടത്തിന് കാരണമായതെന്നാണ് കോളനിവാസികളുടെ പരാതി. മീഡിയ വൺ, മലപ്പുറം.